ഇതും കൊണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സിമ്പിൾ വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. വീക്കെൻഡൊക്കെ ആയിട്ട് എല്ലാവരും എന്തൊക്കെയാണ് പരിപാടീസ് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഈ ബാഗ് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ഈ ബാഗ് ഞാൻ ആദുവിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി എടുത്തതാണ്. ഇപ്പോൾ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ട പോലെ ഇത് ട്രിവാൻഡ്രം ടു മലപ്പുറത്തേക്ക് ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു വ്ളോഗാണ്. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ എൻ്റെ ഒരു 3 days ഈ ഒരു 7 minutes ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. എൻ്റെ കുഞ്ഞുമ്മയുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ മലപ്പുറത്തേക്ക് പോയത്. ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ഞാനധികം ഫോൺ എടുക്കാറുമില്ല, നോക്കാറുമില്ല. കാരണം എനിക്കത് എന്തോ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാക്കുന്ന പോലെയാണ്. പോകുന്ന വഴിയിൽ ഈവനിങ് ആയപ്പോൾ നമ്മൾ ഈ ഒരു വഴിയോരക്കടയിൽ ഇറങ്ങിയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാൾക്ക് ശേഷം ഏറ്റവും ബെസ്റ്റ് ചായ കുടിച്ചത് ദേ ഇവിടെ നിന്നാണ്. കൂടെ ഈ ഒരു ഉഴുന്നുവടയും ചട്നിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉഴുന്നുവടയ്ക്കും ചായയ്ക്കും എൻ്റെയും എൻ്റെ 2 ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ലൈഫിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനമാണ് കേട്ടോ ഉള്ളത്. അതിൻ്റെ കഥയൊക്കെ ഞാൻ വഴിയേ പറയാം. ഭയങ്കരമായിട്ട് എനിക്ക് അവരെ ഈ ഒരു സമയത്ത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ജേർണിയുടെ എൻഡിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെളിയിലും വീണില്ല, കറണ്ടും അടിച്ചില്ല, ബാക്കിയല്ല ആയെന്ന്. കാരണം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് കുറച്ച് സമയം മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ടില്ലേ നല്ല ബ്ലോക്കായിരുന്നു. വെളുപ്പാങ്കാലത്ത് ഒരു 2:30 ടൈമിലാണ് നമ്മളെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, അതായത് നമുക്ക് എത്തേണ്ടതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് പ്ലേസിലെത്തിയത്. പിന്നെ ആ ഒരു അത്രയും സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മളൊരു കട്ടനൊക്കെ കുടിച്ചിട്ട് പിന്നെ ആ ഒരു വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുള്ള കട്ടനാണ്. ആക്ച്വലി എനിക്ക് കട്ടൻ എന്തെങ്കിലും ഒരു ചൂടുവെള്ളം കുടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇതില്ലേ നല്ല മധുരവും ഒടുക്കത്തെ കടുപ്പവും. അപ്പം അത്രയും കടുപ്പം കുടിച്ച് ശീലിച്ചിട്ടില്ലാത്ത ഒരാളാണ്. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗൊക്കെ കാണുവാണെങ്കിൽ, ഷോർട്സ് ഒക്കെ കാണുവാണെങ്കിൽ അറിയാൻ പറ്റും. ഒരു 2:30 ടൈം ആയപ്പോഴത്തേക്കും നമ്മളവിടെ എത്തി. ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ ഞാൻ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. ഇത് എൻ്റെ വാപ്പച്ചിയുടെ വളരെ ക്ലോസ് ഫ്രണ്ടിൻ്റെ വീടാണ്. അവർ ശരിക്കും ഇല്ലേ നമ്മളുമായിട്ട് നമ്മുടെ ഒരു ഫാമിലി പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഒരു ലോങ് 2 yearsന് ശേഷമാണ് ഞാൻ ആ വീട്ടിലേക്ക് വീണ്ടും പോകുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. അടുക്കളയൊക്കെ അടിപൊളിയായിട്ട് റെനോവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും എൻ്റെ ക്യാമറയിൽ അതെനിക്ക് ഫുള്ളായിട്ട് ആ ഒരു ഭംഗി കിട്ടുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി നല്ല ഭംഗിയിൽ അവർ തന്നെ ചെയ്തതാണ്. ഈ മലപ്പുറം ബേസ് ചെയ്തിട്ടുള്ള കല്യാണമൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ് നമ്മുടെ ഒരു ട്രിവാൻഡ്രം ബേസ് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ രാവിലെ ഒരു 7 o'clock ആ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് രാത്രി നന്നായിട്ട് ഉറക്കമൊന്നും കിട്ടിയില്ല. ഒരു 2 hours മാത്രമേ ഉള്ളൂ. ലോങ് ജേർണി ആയിരുന്നു. അപ്പോൾ ടോട്ടലി ഞാൻ ടയേർഡായിട്ടുണ്ടായിരുന്നു. രാവിലെ 6:30 എണീച്ച് ഒരുങ്ങി ഒരു 7 മണിയായപ്പോൾ ആ ഒരു ജേർണി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും ആ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് 110 kilometer ഉണ്ടായിരുന്നു ഇവരുടെ വീട്ടിൽ നിന്ന്. അതും ഒരു ലോങ് ജേർണി ആയിരുന്നു. ടോട്ടലി ഒരു ടയേർഡായി പോയി. അവിടെ എത്തിയപ്പോൾ എനിക്ക് ഫ്രഷ്നെസ് തോന്നിയതില്ലേ അവരുടെ ആ ഒരു വീട്ടിൻ്റെ ചുറ്റുവട്ടം കണ്ടിട്ടാണ്. അടിപൊളി ഒരു വയലിൽ കൂടെ നടന്നു പോകാനുള്ള ഒരു വഴിയായിരുന്നു അത്. മലപ്പുറം ബേസ് ചെയ്തിട്ടുള്ള കല്യാണങ്ങൾക്ക് ഒരുപാട് പേര് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകില്ല എന്ന് തോന്നുന്നു. കുറച്ച് ആൾക്കാർ മാത്രമാണ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ചെക്കൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത് ഇതിൻ്റെ പിറ്റേ ദിവസമാണ്. നമുക്കവിടെ ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നിട്ടുള്ളത് ഈ ഒരു ഷമാമിൻ്റെ ജ്യൂസായിരുന്നു. ഇത് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഒന്ന് ഫ്രഷ് ആയത്. അത്രയും ഒരു ചൂടിൽ വന്നിട്ട് ശരിക്കും അത് കുടിച്ചപ്പോൾ ഉണ്ടല്ലോ എനിക്കങ്ങ് എന്തോ സമാധാനമായിട്ടുള്ളൊരു ഫീലായിരുന്നു. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ എടുത്തത് കുറച്ച് സാലഡും മന്തി റൈസും ചിക്കൻ ഫ്രൈയും അച്ചാറും ആയിരുന്നു. അതുപോലെ തന്നെ അവർ നമുക്ക് ലാസ്റ്റ് ഡെസേർട്ട് പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് അൽസ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനിഷ്യലി ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ അൽസ ടേസ്റ്റ് ചെയ്യുന്നത്. മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് മധുരം ഇട്ട് കഴിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് മധുരവും അവർ സൈഡിൽ തന്നിട്ടുണ്ട്. സോ പിന്നെ ഞാൻ ഈ ഒരു വെള്ളം കുടിച്ചു. ഇത് സാധാ ഒരു കേസരി ജ്യൂസായിരുന്നു, നമ്മുടെ സർബത്ത് എന്നൊക്കെ പറയുന്ന അതിൻ്റെ ജ്യൂസ്.
അതൊക്കെ കഴിഞ്ഞിട്ടില്ലേ അവരുടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഫങ്ഷൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുറച്ച് പുഡിങ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലാകെ എനിക്ക് പരിചിതമായിട്ടുള്ളത് ആ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ പുഡിങ് മാത്രമാണ്. ബാക്കി എനിക്കറിയില്ല. പക്ഷെ ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ നിങ്ങൾ ഈ കാണുന്നതില്ലേ അതാണ് ചെക്കനും പെണ്ണും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്ലോഗ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി ഞാൻ കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് പോയതാണോ എന്ന്. അവിടെ നിന്ന് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ക്ലോസ് റിലേറ്റീവിൻ്റെ വീട്ടിലും കൂടെ പോകാനുണ്ടായിരുന്നു. സോ അങ്ങോട്ടേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ ആയിരുന്നു അന്നത്തെ ദിവസം നമ്മൾ സ്റ്റേ ചെയ്ത്. ഈവനിങ് വീണ്ടും നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ സൽക്കാരം പോലെയുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈവനിങ് നമ്മൾ വീണ്ടും ചെക്കൻ്റെ വീട്ടിലോട്ട് വന്ന ആ ഒരു സമയമായപ്പോഴത്തേക്കും ഞാൻ ടോട്ടലി ടയേർഡായി പോയി. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ആരോഗ്യം പോലും ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കാനിട്ടല്ല, ശരിക്കും ഉറക്കമില്ലാഞ്ഞിട്ട് അതെന്നെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 hours മാത്രമാണ് എനിക്ക് ആ ഒരു ദിവസം ഉറക്കം കിട്ടിയതും കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രാവലിങ്ങും. എനിക്ക് ടോട്ടലി എന്ത് ചെയ്യണം ഏത് ചെയ്യണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് നെയ്ച്ചോറ് പോലെ ഈ ഒരു ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നെയ്ച്ചോറാണോ എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. അത് പക്ഷേ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കത് എൻജോയ് ചെയ്ത് കഴിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയൊന്നും അപ്പം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇത് നിങ്ങൾ കാണുന്നത് അടുത്ത ദിവസത്തേതാണ്. ഈ ഒരു ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആയി, പ്രോപ്പറായിട്ട് ഉറക്കമൊക്കെ കിട്ടി. ഇത് ചെക്കൻ്റെ വീട്ടിലെ ഫംഗ്ഷനാണ്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്തേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തു. അതിനിടയിൽ നമ്മൾ സീറ്റ്സ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ളൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ മലപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ രണ്ടത്താണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നാഡീബലം എന്ന് പറയുന്ന ഒരു മിഠായി കിട്ടുമെന്ന്. ഞാനൊരു സ്ഥലപ്പേരൊക്കെ മറന്നുപോയി, പക്ഷെ ആ ഒരു മിഠായിയുടെ പേര് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ ആ ഒരു കടയിൽ ചെന്നിട്ട് അത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞിട്ടില്ല, അത് ഈ രണ്ടത്താണി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് മാത്രം കിട്ടുന്ന മിഠായിയാണെന്ന്. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എന്തായാലും നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ തിരിച്ചു വരുന്ന ജേർണിയിൽ പിന്നെ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങി. ആ ഒരു സമയത്തുള്ളൊരു ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നല്ല മഴയായിരുന്നു, പക്ഷെ വലിയ രീതിയിലുള്ള ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രാത്രി നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ദോശയും ചമ്മന്തിക്കറിയും കുറച്ച് കടലക്കറിയും ആയിരുന്നു. നല്ല ദോശയായിരുന്നു, കാരണം അപ്പോഴാണ് ഞാൻ എന്തെങ്കിലും കുറേ നേരത്തിന് ശേഷം കഴിക്കുന്നത്. ദോശയൊക്കെ കഴിച്ചിട്ട് എഗെയിൻ നമ്മുടെ ജേർണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ എൻ്റെ ലൈഫിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പോലെ യൂട്യൂബിൽ കിടന്നോട്ടെ. കുറേ നാൾ കഴിഞ്ഞ് എനിക്ക് തന്നെ കാണാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.